ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2025 ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സംഭാവനയ്ക്കുള്ള 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം M. മുകുന്ദൻ. നിയമസഭയുടെ അന്താരാഷ്ട്ര പുരസ്കാരോത്സവത്തിന്റെ ഭാഗമായാണ് 1,00,000 രൂപയുടെ പുരസ്കാരം നൽകിയത്. 2023 പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ നിധിയായി പരിഗണിക്കപ്പെട്ട കാർട്ടൂണിസ്റ്റ് ഡിസംബർ 19 അന്തരിച്ചു. പേര്? ഉത്തരം മൈക്കൽ ലൂണിംഗ്. 1969 മുതൽ 55 വർഷം ഏജ് പത്രത്തിനായി അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചിരുന്നു. ഓസ്ട്രേലിയൻ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1999 രാജ്യം ലൂണിങ്ങിനെ ജീവിച്ചിരിക്കുന്ന ദേശീയ നിധിയായി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിന്റെ പേരെന്ത്? ഉത്തരം യുഗയുഗീൻ ഭാരത്. 950 മുറികളുള്ള മ്യൂസിയത്തിൽ ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം വിശദമാക്കുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കും. ജൻപത്തിൽ നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ടായിരിക്കും ഇത് നിലവിൽ വരിക. ഫ്രാൻസിന്റെ സഹകരണത്തോടെയാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഉത്തരം ഹരിയാന. ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തത്? ഉത്തരം ദക്ഷിണ കൊറിയ. വിവാദ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്തത്. പ്രധാനമന്ത്രിയായിരുന്ന ഹാൻഡെക് സു ഇടക്കാല പ്രസിഡന്റായി അധികാരമേറ്റു. എത്രാമത് ശിവഗിരി തീർത്ഥാടനമാണ് 2024 ഡിസംബർ 15 തുടങ്ങി 2025 ജനുവരി 5 അവസാനിച്ചത്? ഉത്തരം 92. ഡിസംബർ 30, 31, ജനുവരി 1 എന്നിവയായിരുന്നു പ്രധാന ദിവസങ്ങൾ. ജോർജിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ഫുട്ബോൾ താരം? ഉത്തരം മിഖായേൽ കവേലാഷ്വില്ലി. പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാളധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന കമ്പ്യൂട്ടർ ചിപ്പ് ഗൂഗിൾ വികസിപ്പിച്ചു. പേര്? ഉത്തരം വില്ലോ. 4 ചതുരശ്ര സെന്റിമീറ്ററാണ് വലുപ്പം. ലോകത്ത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന അതിവേഗ കമ്പ്യൂട്ടറുകൾ 10 സെപ്റ്റില്യൺ വർഷം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് വില്ലോ 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുക. വിഖ്യാത തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എവിടെ വെച്ചാണ് അന്തരിച്ചത്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ. പ്രമുഖ തബലാവാദകനായ ഉസ്താദ് അലാ രാക്കിയുടെ പുത്രനായി മുംബൈയിലെ മാഹിമിലാണ് ജനനം. 18-ാം വയസ്സിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം US-ൽ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. 3 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഏക ഇന്ത്യക്കാരനാണ്. അറ്റ്ലാന്റ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഗീതം ചിട്ടപ്പെടുത്തി. ബോളിവുഡ്, ബ്രിട്ടീഷ് സിനിമകളിൽ അഭിനയിച്ചു. വാനപ്രസ്ഥം എന്ന മലയാള സിനിമയ്ക്ക് സംഗീതം നൽകി. കഥക് നർത്തകി ആന്റോണിയ മിനേക്കോളയാണ് ഭാര്യ. എ ലൈഫ് ഇൻ മ്യൂസിക് ആത്മകഥാപരമായ കൃതിയാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന സംഗീത കലാനിധി MS സുബലക്ഷ്മി പുരസ്കാരം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് പുരസ്കാരം ലഭിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചതായി അവകാശപ്പെടുന്നതിൽ നിന്ന് സുപ്രീം കോടതി അദ്ദേഹത്തെ വിലക്കിയതിലൂടെ. കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകുന്നതിനെതിരെ സുബലക്ഷ്മിയുടെ ചെറുമകൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സുബലക്ഷ്മിയെ TM കൃഷ്ണ മാധ്യമങ്ങളിലൂടെ അപഹസിച്ചതിന്റെ പേരിലാണ് ഹർജി നൽകിയത്. വനവിജ്ഞാന കോശം എന്നറിയപ്പെട്ട കർണാടക സ്വദേശിയായ വനിത
അടുത്തിടെ അന്തരിച്ചു. പേര്. ഉത്തരം തുളസി ഗൗഡ. പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച തുളസി ഗൗഡ 40,000-ൽ പരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും കാടിനെക്കുറിച്ചും വിവിധ സസ്യങ്ങളെക്കുറിച്ചും ആർജിച്ച അറിവുകളുടെ പേരിലാണ് വനവിജ്ഞാന കോശം എന്നറിയപ്പെട്ടത്. രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ചെന്നൈ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ മദ്രാസ് ഡയബറ്റീസ് റിസർച്ച് ഫൗണ്ടേഷന്റെ പങ്കാളിത്തത്തോടെയാണ് പ്രമേഹ ബയോ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഫിഫയുടെ 2024-ലെ പുരുഷ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത്? ഉത്തരം വിനീഷ്യസ് ജൂനിയർ. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരമാണ് 24-കാരനായ വിനീഷ്യസ്. സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. മറ്റു പ്രധാന പുരസ്കാരങ്ങൾ: പുരുഷ ടീം പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി, വനിതാ പരിശീലക എമ്മ ഹെയ്സ്, ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, വനിതാ ഗോൾ കീപ്പർ അലീസ നെഹർ. സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ അടുത്തിടെ യുക്രൈൻ വധിച്ച റഷ്യയുടെ ആണവ ജൈവ രാസയുദ്ധ സംരക്ഷണ സേനയുടെ മേധാവി? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരിലോവ്. റഷ്യക്കുള്ളിൽ വെച്ച് യുക്രൈൻ വധിച്ച ഏറ്റവും ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥനാണ്. യുക്രൈന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ സെക്യൂരിറ്റി സർവീസസ് ഓഫ് യുക്രൈനാണ് വധത്തിന് പിന്നിലെന്നാണ് വാർത്തകൾ. ഉൾനാടൻ ജലപാതകൾ വഴി ചരക്കു ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം ജൽവാഹക് പദ്ധതി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ ആത്മകഥാ ഗ്രന്ഥത്തിന്റെ പേര്? ഉത്തരം ഹോപ്പ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ 2024-ൽ പുറത്തിറങ്ങിയിരുന്നു. 2024-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്? ഉത്തരം കെ ജയകുമാർ. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. അർബുദത്തെ ചെറുക്കുന്നതിനുള്ള വാക്സിൻ തദ്ദേശീയമായി നിർമ്മിച്ചെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ രാജ്യം? ഉത്തരം റഷ്യ. mRNA അധിഷ്ഠിതമായി തയ്യാറാക്കിയ വാക്സിന്റെ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുകയുണ്ടായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഈയിടെ വിരമിച്ച ഇന്ത്യൻ താരം? ഉത്തരം ആർ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് അശ്വിൻ. അനിൽ കുംബ്ലെയാണ് ഒന്നാമൻ. കേരളത്തിന്റെ എത്രാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റത്? ഉത്തരം 23-മത്. ഗോവ സ്വദേശിയായ അർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി നിയമിതനായ ഒഴിവിലാണ് അർലേക്കർ ചുമതലയേറ്റത്. ഗോവ സംസ്ഥാനത്തെ മന്ത്രി, നിയമസഭാ സ്പീക്കർ, ഹിമാചൽ പ്രദേശ് ഗവർണർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയ രാഷ്ട്രീയ കക്ഷി? ഉത്തരം BJP. 2244 കോടി രൂപയാണ് സംഭാവനയായി കൈപ്പറ്റിയത്. 2022-23 കൈപ്പറ്റിയതിനേക്കാൾ 3 ഇരട്ടി വർധനയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2023-24 ലഭിച്ചത് 288.9 കോടി രൂപയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കണക്ക് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാമിൽ നടന്ന സമ്മേളനത്തിന്റെ 100-ാം വാർഷികം 2024-ൽ ആഘോഷിച്ചു. എന്തായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം? ഉത്തരം ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക സമ്മേളനം. 1924 ഡിസംബർ 26 മുതൽ 28 വരെയായിരുന്നു.
കർണാടകയിലെ ബെൽഗാമിൽ സമ്മേളനം നടന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ സ്തോഭജനകമായ സംഭവങ്ങൾ പകർത്തിയ ഐസ് കാൻഡിമാൻ എന്ന നോവലിന്റെ രചയിതാവായ പാകിസ്ഥാനി എഴുത്തുകാരി അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം ബാപ്സി സിദ്വ. ഇന്ത്യൻ കനേഡിയൻ സംവിധായികയായ ദീപ മേത്ത ഐസ് കാൻഡിമാൻ എർത്ത് എന്ന പേരിൽ ചലച്ചിത്രമാക്കി. ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ദീപ മേത്തയുടെ വാട്ടർ എന്ന സിനിമയെ ആധാരമാക്കി സിദ്വ വാട്ടർ എ നോവൽ എന്ന പേരിൽ നോവൽ രചിച്ചിട്ടുണ്ട്. ദ ക്രോ ഈറ്റേഴ്സ്, ആൻ അമേരിക്കൻ ബ്രാറ്റ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാന കൃതികൾ. കറാച്ചിയിലെ പാഴ്സി കുടുംബത്തിൽ ജനിച്ച സിദ്വ യുഎസിലെ ഹൂസ്റ്റണിലാണ് അന്തരിച്ചത്. 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരൻ. ഉത്തരം എം.ടി. വാസുദേവൻ നായർ. 1933 ജൂലൈ 15 ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കൂടലൂരിൽ ജനിച്ചു. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. നാലുകെട്ടാണ് പുസ്തകരൂപത്തിൽ പുറത്തുവന്ന ആദ്യ നോവൽ. ഇതിന് 1958 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാം മൂഴം തുടങ്ങിയവ പ്രശസ്ത നോവലുകളാണ്. സ്വന്തം ചെറുകഥയായ സ്നേഹത്തിന്റെ മുഖങ്ങൾക്ക് മുറപ്പെണ്ണ് എന്ന പേരിൽ തിരക്കഥ രചിച്ചിട്ടുകൊണ്ട് 1965 ചലച്ചിത്ര രംഗത്തെത്തി. 50ലേറെ തിരക്കഥകൾ രചിച്ച എം.ടി. 7 സിനിമകൾ സംവിധാനം ചെയ്തു. 1973 എം.ടി. സംവിധാനം ചെയ്ത നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതകം ലഭിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് പി.ജെ. ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. 1995 സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠം ലഭിച്ചു. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. പത്മവിഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയൽ അവാർഡ് തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരവും ജെ.സി. ഡാനിയൽ പുരസ്കാരവും ലഭിച്ച ഏക വ്യക്തിയാണ്. മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ രചിച്ചത് എം.ടി. ആണ്. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുടങ്ങിയവയുടെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 26 അന്തരിച്ച മൻമോഹൻ സിംഗ് ഏത് കാലത്താണ് പ്രധാനമന്ത്രി പദവി വഹിച്ചത്? ഉത്തരം 2004 മുതൽ 2014 വരെ. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി കൂടിയായ അദ്ദേഹം 2 പ്രാവശ്യം ആ പദവി വഹിച്ചു. 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണറും 1985 മുതൽ 87 വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനുമായിരുന്നു. സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ 1995 അന്നത്തെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു ധനമന്ത്രിയായി നിയമിച്ചു. ഇക്കാലത്താണ് രാജ്യം സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് സാമ്പത്തിക ഉദാരവത്കരണത്തിലേക്ക് ചുവടുമാറ്റിയത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തെ നേട്ടങ്ങളാണ്. ഒരിക്കലും ലോക്സഭാ അംഗമാകാതെ അദ്ദേഹം 5 തവണ രാജ്യസഭാ അംഗമായി. അസം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹനെ പറ്റി അദ്ദേഹത്തിന്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാരു രചിച്ച പുസ്തകമാണ് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ്.
ഈ കൃതിയെ ആധാരമാക്കി 2019 അതേ പേരിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയിൽ അനുപം ഖേർ ആണ് മൻമോഹനെ അവതരിപ്പിച്ചത്. വിജയ് രത്നാകർ ഗുട്ടയായിരുന്നു സംവിധായകൻ. രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമെയർ പാർലമെന്റ് പിരിച്ചുവിട്ടു. പാർലമെന്റിന്റെ പേര്? ഉത്തരം ബുണ്ടസ്ടാഗ്. ഡിസംബറിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ചാൻസലർ ഒലാഫ് ഷോൾസ് പരാജയപ്പെട്ടിരുന്നു. ഫെബ്രുവരി 23 തിരഞ്ഞെടുപ്പ് നടക്കും. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം? ഉത്തരം കൊനേരു ഹംപി. ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയുടെ ഐറിൻ സുഗന്ധർണിയാണ് തോൽപ്പിച്ചത്. രണ്ടാം തവണയാണ് ആന്ധ്രാപ്രദേശുകാരിയായ ഹംപി അതിവേഗ ചെസ്സിലെ ലോക ജേതാവായത്. 2019 മോസ്കോയിലായിരുന്നു ആദ്യ കിരീടം. സമാനമായി ഹംപിക്ക് $60,000 ലഭിച്ചു. റഷ്യയുടെ വൊളോദർ മുർസിനാണ് ഓപ്പൺ വിഭാഗത്തിലെ ചാമ്പ്യൻ. അടുത്തിടെ 100-ാം വയസ്സിൽ അന്തരിച്ച ജിമ്മി കാർട്ടർ യുഎസിന്റെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? ഉത്തരം 39. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ മുൻ പ്രസിഡന്റാണ്. 1977 മുതൽ 1981 വരെ പ്രസിഡന്റ് പദവി വഹിച്ചു. ഇസ്രയേൽ ഈജിപ്ത് സംഘർഷം അവസാനിപ്പിച്ച് കാർട്ടറുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി പ്രസിദ്ധമാണ്. 2002 സമാധാന നോബേൽ സമ്മാനം ലഭിച്ചു. കാർട്ടറുടെ പേരിലുള്ള ഹരിയാനയിലെ കൊച്ചു ഗ്രാമമാണ് കാർട്ടർപൂരി. 1978 ഇന്ത്യ സന്ദർശനത്തിനിടെ കാർട്ടർ ഈ ഗ്രാമത്തിലെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയത്. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 200-ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ 1825 ജനുവരി 7 ജനനം. കല്ലിശ്ശേരി വേലായുധ ചേകവർ എന്ന യഥാർത്ഥ പേര്? അച്ചിപ്പുടുവ സമരം, മൂക്കുത്തി സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകി. 1874 ജനുവരി 3 കായംകുളം കായലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കവേ 49-ാം വയസ്സിൽ വധിക്കപ്പെട്ടു. സവർണ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട കേരളത്തിലെ ആദ്യ സാമൂഹിക വിപ്ലവകാരിയാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി? ഉത്തരം ജസ്റ്റിൻ ട്രൂഡോ. 2013 ലിബറൽ പാർട്ടി നേതാവും 2015 പ്രധാനമന്ത്രിയുമായ ട്രൂഡോ കാനഡയുടെ 15-ാം പ്രധാനമന്ത്രിയായിരുന്ന പിയറി ട്രൂഡോയുടെ പുത്രനാണ്. ഇന്ത്യയുമായി ഇടഞ്ഞാണ് ട്രൂഡോയുടെ പടിയിറക്കം. വത്തിക്കാനിലെ പ്രധാന ഓഫീസുകളിലൊന്നായ കൂരിയുടെ മേധാവിയായി ഒരു വനിതയെ മാർപ്പാപ്പ നിയമിച്ചു. പേര്? ഉത്തരം സിമോണ ബ്രാംവില്ല. ആദ്യമായാണ് വത്തിക്കാനിലെ ഉന്നത പദവിയിൽ ഒരു വനിതയെത്തുന്നത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്ത് നൽകുന്ന പുരസ്കാരമാണിത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2012 മുതൽ നൽകി വരുന്നു. വീരമണി ദാസനായിരുന്നു 2024 ജേതാവ്. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയായ പത്രാധിപർ? ഉത്തരം എസ് ജയചന്ദ്രൻ നായർ. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി, സ്വം എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ്. എന്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥയ്ക്ക്
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കാഴ്ചയുടെ സത്യം മികച്ച ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡും മൗന പ്രാർത്ഥന പോലെ മികച്ച ചലച്ചിത്ര കൃതിക്കുള്ള ദേശീയ പുരസ്കാരവും നേടി. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ: ഉത്തരം മനു ഭാക്കർ, ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയായി ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനാണ്. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനും പ്രവീൺ കുമാർ പാരാ അത്ലറ്റുമാണ്. 25 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 18-കാരനായ ഗുകേഷ്. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർ അർജുന അവാർഡിന് അർഹരായി. 15 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ ഉൾപ്പെടെ 3 പേർ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹരായി. 10 ലക്ഷം രൂപയാണ് ജേതാക്കൾക്ക് ലഭിക്കുക. ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതായത്: ഉത്തരം ലാഹോർ, പാകിസ്ഥാൻ. ഐക്യു എയറിന്റെ പുതിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം 354 AQI ഉള്ള ലാഹോർ താമസക്കാർക്ക് അപകടകരമായ നഗരമാണ്. പാകിസ്ഥാനിലെ തന്നെ കറാച്ചി 13-ാം സ്ഥാനത്തുണ്ട്. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? ഉത്തരം 2024. 2016 റെക്കോർഡ് മറികടന്നാണ് 2024 ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ വർഷമായത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ ലഭിച്ചത്: ഉത്തരം കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഉൾപ്പെടെ 25 വ്യക്തികൾക്കും റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാനി സ്വരാജ്, ഗയാന കേന്ദ്രീകരിച്ചുള്ള സരസ്വതി വിദ്യാനികേതൻ എന്നീ 2 സംഘടനകൾക്കും. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 2025 പ്രവാസി ദിവസ് ആഘോഷം നടന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് എത്തിച്ചേർന്നതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം നടക്കുന്നത്. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല: ഉത്തരം തൃശൂർ. പാലക്കാട്, കണ്ണൂർ എന്നിവ 2-3 സ്ഥാനങ്ങൾ നേടി. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര്: ഉത്തരം ജോർജ് കുമ്പനാട്. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ: ഉത്തരം ഡോക്ടർ ആർ ചിദംബരം. പൊക്രാൻ 1, പൊക്രാൻ 2 പരീക്ഷണങ്ങളിലും വിവിധ ശാസ്ത്ര സൈനിക വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചു. പത്മശ്രീ, പത്മവിഭൂഷൺ ബഹുമതികൾ നേടിയ രാജഗോപാല ചിദംബരം ചെന്നൈയിലാണ് ജനിച്ചത്. ബഹിരാകാശത്താദ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? ഉത്തരം പോയം 4. ISROയുടെ സ്പേസ് എക്സ് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം 4 പേടകത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് വൻപയർ വിത്തു പരീക്ഷണം വിജയിപ്പിച്ചത്. ഗുരുത്വാകർഷണം ബലമില്ലാത്ത ബഹിരാകാശത്ത് 8 പയർവിത്തുകളാണ് 4 ദിവസങ്ങൾക്കകം മുളച്ചത്. ബഹിരാകാശ മാലിന്യം ശേഖരിക്കാൻ VSSC വികസിപ്പിച്ച യന്ത്രക്കൈയും ഇതോടൊപ്പം വിജയകരമായി പരീക്ഷിച്ചു. US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എത്ര പേർക്കാണ് അടുത്തിടെ സമ്മാനിച്ചത്? ഉത്തരം 19 പേർക്ക്. മുൻ വിദേശകാര്യ സെക്രട്ടറി
ഹിലാരി ക്ലിന്റൺ, നിക്ഷേപകൻ ജോർജ് സോറോസ്, ഫുട്ബോൾ താരം ലയണൽ മെസ്സി തുടങ്ങിയവർക്കാണ് 2025 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. 2024 ഡിസംബർ 29 അന്തരിച്ച ജപ്പാൻകാരിയായ ടൊമിക്കോ ഇട്ടുക ഏതു നിലയിൽ പ്രസിദ്ധിയായ വനിതയാണ്? ഉത്തരം: ലോകത്തെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയെന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമ. 1908 മെയ് 23 ഒസാക്കയിൽ ജനിച്ച അവർ 116 വയസ്സും 220 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അന്തരിച്ചത്. ഇട്ടുകയേക്കാൾ 16 ദിവസം കുറവുള്ള ബ്രസീലുകാരിയായ കന്യാസ്ത്രീ ഇന കനാബാരോ ലൂക്കോസ് ആണ് പുതിയ ലോക മുത്തശ്ശി. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം: പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത് രാജ്യമാണ് ഇന്ത്യ? ഉത്തരം: 4ാമത്. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതാണ് സ്പേസ് ഡോക്കിംഗ്. ജനുവരി 16 പരീക്ഷണം വിജയത്തിലെത്തി. ഡിസംബർ 30 PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച് കൂട്ടിച്ചേർക്കുന്നതായിരുന്നു ദൗത്യം. റഷ്യ, ചൈന, US എന്നിവയാണ് ഈ ശേഷി കൈവരിച്ചിട്ടുള്ള 3 രാജ്യങ്ങൾ. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത്? ഉത്തരം: പശ്ചിമ ബംഗാൾ. ഹൈദരാബാദിൽ നടന്ന ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ചത്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗാൾ സന്തോഷ് ട്രോഫി നേടിയത്. ബംഗാളിന്റെ 33ാം കിരീടം കൂടിയാണിത്. കേരളം ഫൈനലിൽ തോൽക്കുന്നത് 9ാം തവണയാണ്. 7 പ്രാവശ്യം കേരളം ട്രോഫി നേടിയിട്ടുണ്ട്. 1973-74 എറണാകുളത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റെയിൽവേസിനെ തോൽപ്പിച്ചാണ് ആദ്യ വിജയം നേടിയത്. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിനായി ജനുവരി 1 സംസ്ഥാന സർക്കാർ ആരംഭിച്ച പരിപാടി? ഉത്തരം: വലിച്ചെറിയൽ വിരുദ്ധ വാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഉത്തരം: ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 ഡിസംബർ 30 തമിഴ്നാട് സ്വദേശിയായ രാമസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ചുമതലയേറ്റത്. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കാലാവധി 2024 ജൂൺ 1 അവസാനിച്ചതു മുതൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. കമ്മീഷൻ അംഗം വിജയഭാരതി സയാനിയായിരുന്നു ഇക്കാലയളവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ. ജസ്റ്റിസ് BR സാരംഗി, വിജയഭാരതി സയാനി, പ്രിയങ്ക കനുങ്ക എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ മറ്റംഗങ്ങൾ. ഏതു മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? ഉത്തരം: AB വാജ്പേയി. 1924 ഡിസംബർ 25 ഇന്നത്തെ മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് വാജ്പേയി ജനിച്ചത്. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു. 1996 16 ദിവസവും 1998-99 കാലത്ത് 13 മാസവും 1999-2004 കാലത്ത് 5 വർഷവും പ്രധാനമന്ത്രിയായിരുന്നു. 2018 ഓഗസ്റ്റ് 16 അന്തരിച്ചു. ഭാരതരത്നം ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം: 49. 2023 ഇന്ത്യ 60ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംവിധായകൻ 2024 ഡിസംബറിൽ അന്തരിച്ചു. പേര്?
ഉത്തരം ശ്യാം ബെനഗൽ. അങ്കുർ, നിശാന്ത്, മന്ഥൻ, ഭൂമിക, സർദാരി ബീഗം, സുബൈദ തുടങ്ങിയവ പ്രധാന സിനിമകളാണ്. ഷബ്നാസ്മി, സ്മിത പട്ടേൽ, നസ്രുദ്ദീൻ ഷാ, ഓംപുരി തുടങ്ങിയ അഭിനേതാക്കളെ ആദ്യം അവതരിപ്പിച്ചത് ശ്യാം ബെനഗലാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആധാരമാക്കി ദൂരദർശനു വേണ്ടി ബെനഗൽ ചിത്രീകരിച്ച 53 എപ്പിസോഡുകളുള്ള ഭാരതി ഏക് കോച്ച് എന്ന TV പരമ്പര വിഖ്യാതനാണ്. ഗാന്ധിജിയുടെ 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെ ആധാരമാക്കി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സഹകരണത്തോടെ സംവിധാനം ചെയ്ത സിനിമയാണ് ദ മേക്കിംഗ് ഓഫ് മഹാത്മാ. ഫാത്തിമ മീറിന്റെ ദ അപ്രന്റീസ്ഷിപ്പ് ഓഫ് എ മഹാത്മാ എന്ന പുസ്തകമാണ് സിനിമയ്ക്ക് ആധാരമായത്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് മന്ഥൻ. മറ്റൊരു സിനിമയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ദ ഫോർഗോട്ടൺ ഹീറോ. 2005 ഫാൽക്കെ അവാർഡ് ലഭിച്ചു. 2006-2012 കാലത്ത് രാജ്യസഭാ അംഗമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട്. ഉത്തരം ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട്, ഇൻഡോർ, മധ്യപ്രദേശ്. 2024 ഡിസംബർ 22-നാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. US-ന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഉത്തരം വെള്ളത്തലയൻ കടൽപ്പരുന്ത്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി ആര്? ഉത്തരം മദൻ ബി ലോകൂർ. 4 വർഷമാണ് കാലാവധി. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന നേട്ടം അടുത്തിടെ സ്വന്തമാക്കിയ നാസയുടെ സൗരദൗത്യത്തിന്റെ പേര്? ഉത്തരം പാർക്കർ സോളാർ പ്രോബ്. 2018 ഓഗസ്റ്റിലാണ് യാത്ര തുടങ്ങിയത്. നാസയുടെ ഏറ്റവും ശേഷിയുള്ള റോക്കറ്റുകളിലൊന്നായ ഡെൽറ്റ 4 ആണ് പാർക്കറെ വഹിച്ചുകൊണ്ട് പറന്നത്. മണിക്കൂറിൽ 7 ലക്ഷം കിലോമീറ്റർ വേഗവും പാർക്കർ കൈവരിച്ചു. സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണ, സൗരവാതകങ്ങൾ, നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് 7 വർഷം നീളുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇനി പുതുതായി നിയമിക്കപ്പെട്ട ഗവർണർമാരെ കുറിച്ചാണ് പറയുന്നത്. കേരളം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മണിപ്പൂർ അജയ് കുമാർ ഭല്ല, ഒഡീഷ ഹരിബാബു കമ്പമ്പത്തി, മിസോറാം VK സിംഗ്, ബീഹാർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതോടെ 2025 ഫെബ്രുവരി മാസത്തിലെ തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.